ഇന്ന് നടന്ന PSCയുടെ കൂലി വർക്കർ എക്സാമിന്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയായിരുന്നു? ഓപ്ഷൻ എ തൃശ്ശൂരിലായിരുന്നു അല്ലെ, തൃശ്ശൂരായിരുന്നു ഐക്യ കേരള കൺവെൻഷൻ നടന്നത്. രണ്ടാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികള്. മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാ? ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപമാണ്. നാലാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു കേരള മുഖ്യമന്ത്രി? ഓപ്ഷൻ സി ആണ് EMS നമ്പൂതിരിപ്പാട്. അഞ്ചാമത്തെ ചോദ്യം, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാ? ഗൗരി പാർവതി ബായി ആണ്. ആറാമത്തെ ചോദ്യം, G20യുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാ? ഓപ്ഷൻ സി ആണ്. 1998 G20 രൂപീകരിച്ചെന്നുള്ളത് എന്താണ്? തെറ്റാണ്. 99 ഏത് രൂപീകൃതമാകുന്നത്? G20 രൂപീകൃതമാകുന്നത്. ഏഴാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല? ഓപ്ഷൻ ബി കണ്ണൂര്. എട്ടാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം? ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട് ആണ്. ഒൻപതാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗിന്റെ അടിത്തറയിലേക്ക് ഇതാരുടെ വാക്കായിരുന്നു? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. പത്താമത്തെ ചോദ്യം, ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാ? ഓപ്ഷൻ ഡി ലാഹോർ ആണ്. 11 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാ? ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭു. 12ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാ? ഓപ്ഷൻ സി സരോജിനി നായിഡു. 13 ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ആർട്ടിക്കിൾ 19 എന്താ? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 14ാമത്തെ ചോദ്യം, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടന ഭേദഗതി പ്രകാരം? ഓപ്ഷൻ ഡി 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. 15 ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്ത് നിന്ന്? ഓപ്ഷൻ എ അമേരിക്കയാണ്. 16 മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ്? ഓപ്ഷൻ ഡി സ്വരൺ സിംഗ് കമ്മിറ്റി. 17 ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആർട്ടിക്കിൾ 108 പ്രകാരം ആരാ വിളിച്ചു ചേർക്കുന്നത്? രാഷ്ട്രപതിയും അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറുമാണ്. 18 ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഏതാ? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ ആണ്. 19 മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാ? ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാമിനെയാണ്. 20 കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതയാണ്? ഓപ്ഷൻ ബി ജിലുമോൾ മാരിയറ്റ് തോമസ്. 21 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തിനെയായിരുന്നു? ഓപ്ഷൻ ബി ശ്രീലങ്കയാണ്. 22 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി? ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു. 23 ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? 1 ചേരിചേരാ നയം ഉള്ളതാണ്. 2 സമാധാനപരമായ സഹവർത്തിത്വം. 3 ഐക്യരാഷ്ട്രസഭയിലെ വിശ്വാസം. ഓപ്ഷൻ ഡി സ്വാശ്രയത്വം എന്താണ്? തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 1, 2, 3 ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. 24ാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികൾ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാ? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അല്ലെ, ഓപ്ഷൻ എ ആണ്. 25ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ? ഓപ്ഷൻ ഡി ആലപ്പുഴ. 26 നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാ? ഓപ്ഷൻ സി പുന്നാര നെഹ്റു അല്ലെ, പുന്നമടക്കായലിലാണ്. 27 കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? ഓപ്ഷൻ ബി 941. 28 കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാ? ആശിഷ് ജിതേന്ദ്ര ദേശായി. ഓപ്ഷൻ സി ആണ്. 29 പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് ഇത്? ഓപ്ഷൻ ബി സൈലന്റ് വാലി. 30 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതിന് പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താ? ഓപ്ഷൻ സി മേഘാലയ. 31 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ സി 1973 32 ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാ? ഓപ്ഷൻ ബി ജഗദീപ് ധൻകർ. 33 വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനം? ഓപ്ഷൻ സി 7ാം സ്ഥാനം.
34 കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് ഓപ്ഷൻ ഡി സജി ചെറിയാന്. 35 കർണാടകയും തമിഴ്നാടുമായിട്ട് ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായിട്ട് ചിതറക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം. 36 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാ? ഓപ്ഷൻ എ ചൈനയാണ്. 37 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? പെരിയാർ അല്ലെ, ഓപ്ഷൻ സി പെരിയാർ. 38 ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. 39 കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട. 40ാമത്തെ ചോദ്യം കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാ? 9 ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്. 41 ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാ? ഓപ്ഷൻ സി ഡക്കാൻ പീഠഭൂമി. 43 പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ്, പമ്പ നദിയിലാണ് ഇത് ശബരിഗിരി സ്ഥിതി ചെയ്യുന്നത്. 43 ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏതാ? ഇന്ദിരാ പോയിന്റ് ആണ്. ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. 44ാമത്തെ ചോദ്യം ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഏതാ? നമ്മൾ ഉൾപ്പെട്ട ഏഷ്യ ഭൂഖണ്ഡത്തെയാണ്. 45 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ഡി അല്ലു അർജുൻ ആണ്. 46 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാ? ഓപ്ഷൻ ബി കാലം സാക്ഷി. 47 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം എവിടെയായിരുന്നു? ഇന്ത്യയിലെ മുംബൈയിലായിരുന്നു. ഓപ്ഷൻ എ ഇന്ത്യയാണ്. 48 രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിൽ, ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലാണ്. 49 ചാന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഓപ്ഷൻ സി ആണ്, ഓർബിറ്റർ. 50ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം? ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. 51ാമത്തെ ചോദ്യം ചരക്ക് സേവന നികുതി അതായത് GST എന്ന നിലയിൽ വന്നത് 2017 ജൂലൈ 1 52 ഗോദാൻ എന്ന കൃതി രചിച്ചതാരാ? ഓപ്ഷൻ സി പ്രേംചന്ദ് ആണ് അല്ലെ. ഇനി 53ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പ്രസ്താവനകൾ ശരിയായത് ഏതാന്ന് കണ്ടെത്താം. കൽക്കരി പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്, തെറ്റാണ്. 2 തിരമാല പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്, ശരിയാണ്. 3 സൂര്യൻ ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്, തെറ്റാണ്. പാരമ്പര്യ ഇതര സ്രോതസ്സാണ് അല്ലെ. അപ്പോൾ ശരിയായത് ഏതാ? 2 മാത്രം. 54 വനംവകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ എവിടെയാ? ഓപ്ഷൻ ബി മലപ്പുറം ജില്ലയിലാണ്. 55 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതായിരുന്നു? 2023 അല്ലെ, ഓപ്ഷൻ സി 2023. 56 സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാ? ഓപ്ഷൻ എ ആർദ്രമാണ് അല്ലെ, ആർദ്രമാണ്. 57ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാന്ന് കണ്ടെത്താൻ. ശരിയായ ജോഡിയാണ് ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരക്കാൻ സഹായിക്കുന്നു, തെറ്റാണ്. 2 കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു, കീറാൻ കോമ്പല്ല് ശരിയാണ്. ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു, തെറ്റാണ്. അഗ്രചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു, അതും എന്താണ്? തെറ്റാണല്ലേ. അപ്പൊ ശരിയായത് ഏതേ ഉള്ളൂ? 2 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം. 56 ലോല ഏത് വിളയുടെ സങ്കരയിന? ലോല മാലികയ്ക്ക് എന്താ? പയറാണ്. 59 അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു, ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ആണ് കണ അല്ലെ, ഓപ്ഷൻ റിക്കറ്റ്സ് അല്ലെ, കണയാണ് ഇത് അസ്ഥികൾ വളയുന്നത് അല്ലെ. 60ാമത്തെ ചോദ്യം ഐസ് ചൂടാകുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഐസ് ചൂടാക്കുമ്പോൾ അപ്പോൾ ഖര എന്താവാണ്? ദ്രാവകമാകുകയാണ്. ഒന്നാമത്തത് കണികകളുടെ ഊർജം കൂടുന്നു, ശരിയാണ്. ഐസിനെ സംബന്ധിച്ച് ജലമായിട്ട് മാറുമ്പോൾ കണികളുടെ ഊർജം കൂടുന്നുണ്ട്. കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു, അതും ശരിയാണ്. കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, ശരിയാണ്. കണികളുടെ ചലനം കുറയുന്നു, തെറ്റാണല്ലേ. അപ്പോൾ 1, 2, 3 ആണ് എന്ത്? ശരിയായ പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ സി ആണ് 1, 2, 3 ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാ? JT60SA എവിടെയാ? ഓപ്ഷൻ ബി ജപ്പാനാണ്. 62 ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
അപ്പോൾ സവിശേഷതയിൽ ഉൾപ്പെടാത്തതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ. താരാപഥങ്ങളിലെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തെറ്റാണ്. 63 മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം ഏതാണെന്ന് കണ്ടെത്തുക. മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്താ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടും അതുപോലെ ശബ്ദോർജ്ജമായിട്ടും മാറുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 64ാമത്തെ ചോദ്യം, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? കോൺവെക്സ് അല്ലെ, ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ്. 65 ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഉദാഹരണമല്ലാത്തതാണ് ഓപ്ഷൻ എ ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ഉദാഹരണമാണ്. ഊഞ്ഞാലിന്റെ ചലനം ഉദാഹരണമാണ്. മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം അതെന്തല്ല, അതിന് ഉദാഹരണമല്ല, ഓപ്ഷൻ സി ആണ്. അപ്പോൾ ആൻസർ ഉദാഹരണമല്ലാത്തതാണ്. ജയന്റ് വീലിന്റെ ചലനം എന്താണ്? ദോലന ചലനത്തിന് ഉദാഹരണമാണ്. ഇനി 66ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏതാ? മെന്റലീവിയം, ടൈറ്റാനിയം, റൂദർഫോർഡിയം, ക്യൂറിയം ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണല്ലേ. ബാക്കിയൊക്കെ ഓരോരുത്തർ പേരുകളിലുള്ളതാണ്. ടൈറ്റാനിയം എന്തല്ല, ഒരാളെ പേരിലുള്ളതല്ല. അപ്പോൾ 67 എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഏതിനെയാ? പ്രതിരോധ വ്യവസ്ഥ അല്ലെ, അതായത് ലിംഫോസൈറ്റിനെയാണ്. 68ാമത്തെ ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താ? വീക്കിലി അയൺ ഫോളിക് YFS അല്ലെ, WIFS ആണ് ഇതിന്റെ ആൻസർ. 69 കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് കണ്ടെത്താൻ വേണ്ടി, കുഷ്ഠരോഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താ? ബാലമിത്രയാണ്. ഓപ്ഷൻ ഡി ബാലമിത്ര. 70 താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരാത്തതാണ്? ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നതാണ്, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നതാണ്, കൊതുക്, ഈച്ച എന്നിവയിലൂടെ ജീവികളിലൂടെ എന്ത് പകരൂല? എയ്ഡ്സ് പകരുന്നതല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. 71 സിയാച്ചിനിൽ ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാ? ക്യാപ്റ്റൻ ഗീതിക കൗൾ അല്ലെ, ക്യാപ്റ്റൻ ഗീതിക കൗൾ. 72 നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമാണ് ഏത്? ഓപ്ഷൻ ബി കൽക്കത്ത ാണ്. 73 സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാ? തുടങ്ങനാട് അല്ലെ, തുടങ്ങനാടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. 74ാമത്തെ ചോദ്യം, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനം? ഓപ്ഷൻ സി 28%. 75ാമത് ഒറ്റപ്പെട്ടത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ക്ഷയമുണ്ട്, ചിക്കൻ ബോക്സ് ഉണ്ട്, എലിപ്പനി ഉണ്ട്, ഡിഫ്തീരിയ ഉണ്ട് അല്ലെ. ക്ഷയ ബാക്ടീരിയ ആണ്, എലിപ്പനി ബാക്ടീരിയ ആണ്, ഡിഫ്തീരിയ ബാക്ടീരിയ ആണ്. ഓപ്ഷൻ ചിക്കൻ ബോക്സ് വൈറസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 76 നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാ? വവ്വാലാണ് അല്ലെ, വവ്വാല്. 77 ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഇത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. 78 രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാ? ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് ഓപ്ഷൻ സി ഇരുമ്പാണ്. 79 രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണെന്ത്? സ്ഫിഗ്മോമാനോമീറ്റർ. 80 രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത രോഗം ഏതാണ്? അതിറോസ്ക്ലിറോസിസ് ഉണ്ടാവും, പക്ഷാഘാതം ഉണ്ടാവും, ഹൃദയാഘാതം ഉണ്ടാവും, പ്രമേഹം ഉണ്ടാകാൻ സാധ്യതയില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. അപ്പോൾ 80 GKയും 20 മാത്സും ആണുള്ളത്. അപ്പോൾ നമ്മൾ 80 GK മാത്രമേ നോക്കുന്നുള്ളൂ, മാത്സ് നോക്കിയിട്ടില്ല. നോക്കിയിട്ട് അതിന്റെ ആൻസർ പറയാം.